അനുഭവപ്പെട്ടത്. സഫർ മാസം 28-ാം തീയതി 29-ാം തീയതി എന്നൊക്കെ ഹദീസിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അസുഖമാണ് പ്രവാചകനെ മരണത്തിലേക്ക് എത്തിച്ചത്. ഏതാണ്ട് 13-14 ദിവസം മാത്രമേ പ്രവാചകൻ നേരിയ രീതിയിൽ അസുഖബാധിതനായിട്ടുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സൂചന നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആ സമയത്ത് യമനിലേക്ക് പറഞ്ഞയക്കപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, മുആദേ, അടുത്ത വർഷം നീ വരുന്ന സമയത്ത് എന്നെ കണ്ടുമുട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സന്ദേശം കൊടുത്തായിരുന്നു പ്രവാചകൻ മുആദിനെ യാത്ര അയച്ചത്. മുആദ് വാഹനത്തിന്റെ പുറത്തും പ്രവാചകൻ അതിന്റെ താഴെയുമായി നടന്നുകൊണ്ടാണ് യാത്ര അയച്ചത് എന്ന് ഹദീസിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നുണ്ട്. അവിടെ കൂടിയിരുന്ന ആളുകളോട് നമസ്കാര ശേഷം സംസാരിക്കുന്നുണ്ട്. സംസാരത്തിൽ പ്രവാചകൻ ആദ്യം സൂചിപ്പിച്ചത് അല്ലാഹു പരലോകത്തെയും ഇഹലോകത്തെയും അവന്റെ അടിമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി. അടിമ തെരഞ്ഞെടുത്തത് പരലോകത്തെയാണ്. ആളുകൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ല, വിഷയം മനസ്സിലായില്ല. ഇത് പറഞ്ഞപ്പോഴേക്കും ആ കൂട്ടത്തിൽ പ്രവാചകന്റെ വികാരമറിയുന്ന സിദ്ദീഖുൽ അക്ബർ കരയുന്നുണ്ടായിരുന്നു. എന്തേ സിദ്ദീഖുൽ അക്ബർ താങ്കൾ കരയാൻ കാരണം? സഹാബത്ത് ചോദിക്കുന്നുണ്ട്. ഇഹലോകത്തെയും പരലോകത്തെയും പ്രത്യക്ഷപ്പെടുത്തി പരലോകത്തെ തെരഞ്ഞെടുത്തു എന്നതിന്റെ അർത്ഥം ഇനി നമുക്ക് നേതൃത്വം കൊടുക്കാൻ പ്രവാചകൻ ഉണ്ടാവില്ല. പ്രവാചകനെ പടച്ച റബ്ബ് അവന്റെ സന്നിധാനത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഇനി നമുക്ക് ഇമാമത്തിനോ നിർദ്ദേശങ്ങൾ നൽകാനോ പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നോർത്താണ് ഞാൻ കരയുന്നത്. പള്ളിയിലേക്കുള്ള എല്ലാ വാതിലുകളും അടക്കുക, ഇല്ല ബാബ അബൂബക്കർ, അബൂബക്കറിന്റെ വാതിൽ ഒഴികെ എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പ്രവാചകൻ സദസ്സിന് ഉപദേശം കൊടുക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസവും പ്രവാചകൻ വരുന്നുണ്ട്. ആ സമയത്ത് 2 സംഗതികളാണ് ആളുകളുമായി പങ്കുവച്ചത്. സാമ്പത്തികമായി ആർക്കെങ്കിലും എന്തെങ്കിലും തരാൻ ഉണ്ട് എങ്കിൽ ഇപ്പം അത് പറയാം. പ്രവാചകരെ, 1 ദിർഹം നിങ്ങൾ എനിക്ക് നൽകാനുണ്ട്. എനിക്കത് ആവശ്യമില്ല, പക്ഷേ അത് കാരണം താങ്കൾക്ക് പരലോകത്ത് പ്രയാസമുണ്ടാവരുത്. പ്രവാചകൻ അതെടുത്ത് വീട്ടി. ശാരീരികമായോ മാനസികമായോ ആർക്കെങ്കിലും എന്നിൽ നിന്ന് സംസാരത്തിലോ നിലപാടുകളിലോ എന്തെങ്കിലും അനിഷ്ടകരമായി ഉണ്ട് എങ്കിൽ ഇപ്പം അവർക്ക് എന്നെ പ്രതികരിക്കാം, തിരിച്ചാക്രമിക്കാം എന്നാണ്. പ്രവാചകരെ, അങ്ങയെക്കുറിച്ച് സംസാരത്തിലോ വാക്കിലോ നിലപാടിലോ ഒന്നും ഇല്ല. എല്ലാവരുടെയും നല്ല സർട്ടിഫിക്കറ്റ് നേടിയിട്ടാണ് പ്രവാചകന് അവിടെ യാത്ര ചോദിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. പ്രവാചകൻ വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പള്ളിയിൽ വരുന്നു, പ്രവാചകൻ വീട്ടിൽ പോകുന്നു. ഈ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ തന്നെ പ്രവാചകൻ സാന്ദർഭികമായ ഉപദേശങ്ങളൊക്കെ തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഞായറാഴ്ച രാത്രി അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ ആളുകൾ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ആയിഷ ബീവിയുടെ മടിയിലാണ് പ്രവാചകൻ കിടക്കുന്നത്. കൂട്ടത്തിൽ ആയിഷ ബീവിയുടെ സഹോദരനുമുണ്ട്, അബ്ദുറഹ്മാൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ട്. മിസ്വാക്ക് അറബികൾക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് മിസ്വാക്ക്. വലിയ
അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മിസ്വാക്കിലേക്ക് തുറിച്ചു നോക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഭർത്താവിന് മിസ്വാക്ക് താല്പര്യമുണ്ട് എന്ന് ഭാര്യ ആയിഷ ബീബി തിരിച്ചറിയുന്നുണ്ട്. ഒരു ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ റീഡ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഒക്കെ പരസ്പരം വേണ്ടതാണ്. ആയിഷ ബീവി ഒരു മിസ്വാക്ക് എടുത്ത് ആ മിസ്വാക്ക് ആയിഷ ബീവിയുടെ വായിലിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കുന്നുണ്ട്, മൃദുലമാക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് തേച്ചു കൊടുക്കുന്നുണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്, എൻ്റെ ഭാഗ്യമുള്ള ദിവസമാണ് ഇന്ന്. പ്രവാചകൻ എൻ്റെ മടിയിൽ തല വെച്ച് കിടന്നു. പ്രവാചകന്റെയും എൻ്റെയും ഉമിനീര് ഇത് സംഗമിച്ചു. പ്രവാചകന്റെയും ആയിഷ ബീവിയുടെയും ഉമിനീര് പരസ്പരം സംഗമിക്കുന്ന വലിയ മാതൃക അതിലൂടെ പഠിപ്പിക്കുകയാണ്. രാത്രി ഞാൻ സൂചിപ്പിച്ച പോലെ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല, എണ്ണ വാങ്ങാൻ പണവുമില്ല. തൊട്ടടുത്ത ജൂതന്റെ വീട്ടിൽ പ്രവാചകന്റെ പടയങ്കി പണയം വെച്ച് എണ്ണ വാങ്ങിയാണ് സന്ദർശകർക്ക് അവിടെ പ്രകാശം നൽകിയത്. തിങ്കളാഴ്ച രാവിലെ അല്ലാഹുവിന്റെ പ്രവാചകൻ ക്ഷീണം കൂടുതലാകുന്നുണ്ട്, ബോധം നഷ്ടപ്പെടുന്നുണ്ട്. നഷ്ടപ്പെടുമ്പോഴൊക്കെ തന്നെ ആയിഷ ബീവി വെള്ളം കുടഞ്ഞു കൊടുക്കുന്നുണ്ട്. ബോധം തിരിച്ചു കിട്ടിയ സമയത്തൊക്കെ ആയിഷ ബീവിയോട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആയിഷ അസ്വല്ലന്നാസു യാ ആയിഷ, ജനങ്ങൾ നമസ്കരിച്ചോ എന്ന്. പ്രവാചകനോട് ആയിഷ ബീവി പറയുന്നത്, ഇല്ല പ്രവാചകരെ, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. വീണ്ടും നഷ്ടപ്പെടുന്നു, ബോധം നഷ്ടപ്പെടുന്നു, തിരിച്ചു കിട്ടുന്നു. ആ സമയത്ത് ആയിഷ ബീവിയോട് പ്രവാചകൻ പറയുന്നുണ്ട്, എങ്കിൽ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറയണം. പ്രവാചകരെ, ബാപ്പയെ എന്നൊക്കെ അറിയാലോ, നമസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ ബാപ്പ കരഞ്ഞു പോകും, പൂർത്തീകരിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഫളുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ തോളിൽ കൈവച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയിലേക്ക് കാലുകൾ മണൽപ്പരപ്പിലൂടെ വലിച്ചിഴച്ച് പോകുന്നുണ്ട്. ആ അടയാളം അവിടെ കണ്ടിരുന്നു എന്ന് ഹദീസിലുണ്ട്. പോകുന്ന സമയത്ത്, പള്ളിയിലേക്ക് എത്തിയ സമയത്ത് ആളുകളൊക്കെ തന്നെ നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയിട്ടുണ്ട്. രണ്ടാളുകൾ മാത്രം കൈകെട്ടാൻ ബാക്കിയുണ്ട്. അവര് പ്രവാചകൻ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രവാചകൻ കൈ ഉയർത്തിയിട്ട് തബസ്സമ വദഹിക, മനസ്സ് നിറയെ ചിരിച്ചു. അൽഹംദുലില്ലാഹ്, ഇനി എനിക്ക് മരിക്കാം. ഞാൻ പഠിപ്പിച്ച ആളുകൾ ഇത് ഏറ്റെടുത്തു, നേതൃത്വം ഏറ്റെടുത്തു, പഠിച്ചു കഴിഞ്ഞു. പ്രവാചകൻ സന്തോഷിക്കാം. ആ സമയത്ത് പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു എന്ന് ആ രണ്ടാളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ് ഫാത്തിമ ബീവി മകൾ വരുന്നുണ്ട് പ്രവാചകന്റെ അടുക്കിലേക്ക്. ഫാത്തിമ ബീവിയുടെ ചെവിയിൽ 2 തവണ ചെറിയ രീതിയിൽ പ്രവാചകൻ രഹസ്യം പറയുന്നു. ആദ്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. ശേഷമുള്ള സംസാരത്തിൽ ഫാത്തിമ ബീവി ചിരിക്കുകയും ചെയ്തു. ആദ്യം പറഞ്ഞത്, മോളെ, നിന്റെ ഉപ്പ ഈ ലോകത്തോട് യാത്ര ചോദിക്കുകയാണ്. ഇനി ഉപ്പയുടെ സാന്നിധ്യം മൂക്കുണ്ടാവില്ല, സ്വാഭാവികമായും കരയുമല്ലോ. മോളെ, ഉപ്പയുടെ അടുത്തേക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യം കടന്നു വരുന്നത് നീയാണ്. ഇത് കേട്ടപ്പോൾ ആയിഷ ബീവി, ഫാത്തിമ ബീവി സന്തോഷത്തോടെ ചിരിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. പ്രവാചകന് വേദന കൂടുന്നുണ്ട്. യാ ഖുർബ അബ്ത, എൻ്റെ ഉപ്പയുടെ വേദന എന്ന് മകൾ പറയുന്നുണ്ട്. ആ സമയത്ത് ബാപ്പായായ പ്രവാചകൻ മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മോളെ, നിന്റെ ഉപ്പയുടെ അവസാന വേദനയാണ്. ഇന്നത്തതിനു ശേഷം ഉപ്പാക്കിന് വേദനയില്ല. അള്ളാഹു പ്രവാചകൻ കൂടിയിരുന്ന ആളുകളോട് വിവിധങ്ങളായ 7 കിണറുകളിൽ പോയി 7 തോൽപാത്രത്തിൽ വെള്ളം ശേഖരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആളുകൾ വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്നു.
അത് പ്രവാചകൻ ശരീരത്തിൽ ഒഴുക്കുന്നുണ്ട്, വെള്ളം കൊണ്ട് തടവുന്നുണ്ട്, ശക്തമായ പനി അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് സുബഹി നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസുഖം ഒന്നുകൂടെ ശക്തമായി. തിങ്കളാഴ്ച രാവിലെയായി ആളുകളൊക്കെ തന്നെ പ്രവാചകനെ കാണാൻ വരുന്നുണ്ട്. പ്രവാചകന്റെ സംസാരം ക്രമേണ നിലച്ചു പോകുന്നുണ്ട്. സഹാബത്ത് ചെവി പ്രവാചകന്റെ സംസാരത്തോട് ചുണ്ടിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. ആ സമയത്ത് സഹാബത്ത് കേട്ട കുറെ വർത്തമാനമുണ്ട്. അതിലൊന്നും നിങ്ങൾ ഒന്ന്, ലഅനല്ലാഹു അൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പടച്ച റബ്ബ് ശപിക്കട്ടെ, അവർ പ്രവാചകന്മാരുടെ മക്ബറകളെ പള്ളികളാക്കി മാറ്റി, മക്ബറകളെ പൂജാ കേന്ദ്രങ്ങളാക്കി, വ്യവസായ ശാലകളാക്കി, വ്യവസായവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ട് അള്ളാഹു അവരെ ശപിക്കട്ടെ എന്ന്. പിന്നെ പ്രവാചകൻ സംസാരത്തിൽ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. ഞാൻ വളരെ സദസ്സ് പ്രബുദ്ധമായതുകൊണ്ട് ഹിൻസുകൾ, സൂചനകൾ മാത്രം പറയാം. സ്ത്രീകളോട് മാന്യമായി പെരുമാറണം. മാന്യമായി പെരുമാറുന്നതാണ് മാന്യൻ. നീചമായി മുഖത്തടിച്ചുകൊണ്ട് പെരുമാറുന്നവൻ മാന്യതയില്ല. അങ്ങാടിയിലോ പൊതുജനങ്ങളിലോ ഒക്കെ ഉണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ മാന്യനല്ല എന്ന് പ്രവാചകൻ പതുക്കെ പറയുന്നുണ്ട്. അതിഥികളെ ആദരിക്കണം എന്ന് പറയുന്നത് പ്രവാചകൻ. അൻസ്വാരികളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായത്തിന്റെ കൈത്താങ്ങ് നൽകിയവരാണവർ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. അവസാനമായി പ്രവാചകന്റെ ഒരു ചോദ്യമുണ്ട് സഖാക്കളോട്, കൂട്ടുകാരോട്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യത നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നു എന്ന വിഷയത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്ന ചോദ്യം. വല്ലാത്ത ചോദ്യമാണ്. എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് കൈമാറി എന്ന വിഷയത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ അല്ലേ എന്നാണ്. സഹാബത്തിന് മറുപടി, ഞങ്ങൾ സംതൃപ്തരാണ് പ്രവാചകരെ. അങ്ങേ ഏൽപ്പിക്കപ്പെട്ട ബാധ്യത കൃത്യമായി അങ്ങ് നിർവഹിച്ചു എന്ന വിഷയത്തിൽ ഞങ്ങൾ സാക്ഷികളാണ്, ഞങ്ങൾ സംതൃപ്തരാണ്. ആ സമയത്ത് പ്രവാചകൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചവനെ, എന്നെ ഏത് ദൗത്യ നിർവഹണത്തിന് വേണ്ടിയായിരുന്നോ നീ ഈ ലോകത്തേക്ക് നിശ്ചയിച്ചത്, ആ ദൗത്യം ഞാൻ നിർവഹിച്ചു എന്ന വിഷയത്തിൽ എന്റെ പ്രബോധിത സമൂഹം സംതൃപ്തരാണ്. ആർക്കും എന്നെ പറ്റി അസംതൃപ്തിയില്ല, എല്ലാവരും സംതൃപ്തിയുള്ളവരാണ് എന്നെ കുറിച്ച്. എന്റെ സംസാരത്തിൽ, വാക്കിൽ, സാമ്പത്തിക വിഷയത്തിൽ, ഇടപെടലുകളിൽ, ഇടപാടിൽ, നിലപാടുകളിൽ ഒന്നും ഒരു നെഗറ്റീവായ അഭിപ്രായം ആർക്കുമില്ല, എല്ലാവർക്കും സംതൃപ്തിയാണ്. അതുകൊണ്ട് ഇനി പടച്ചവനെ എന്നെ നീ നിർത്തല്ല, ഇവിടെ പെട്ടെന്ന് നിന്നിലേക്ക് നീ എന്നെ കൊണ്ടുപോകണം പടച്ചവനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകന്റെ സംസാരം പതുക്കെ അവസാനിക്കുകയാണ്. പ്രവാചകന്റെ കണ്ണ് സഹാബത്ത് പൂട്ടിക്കൊടുക്കും. പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അടുത്തില്ലായിരുന്നു. അദ്ദേഹം മരണവാർത്ത കേട്ട് ഓടി വരുന്നുണ്ട്. ഓടി വന്ന് പ്രവാചകന്റെ ജനാസയുടെ അടുത്തിരുന്ന് പ്രവാചകന്റെ മുഖത്ത് നിന്ന് ആ പുടവ നീക്കുന്നുണ്ട്, തുറന്നു നോക്കുന്നുണ്ട്. കശഫ എന്ന പ്രയോഗം ആദ്യത്തിൽ. എന്നിട്ട് പ്രവാചകനെ ഖബ്ബല, പ്രവാചകന്റെ മുഖത്ത് ചുടുചുംബനം നൽകി സിദ്ദീഖുൽ അക്ബർ. എന്നിട്ട് പറയുന്ന വികാരമുണ്ട്. എന്താ പറയുന്നത്? ഇന്നക ദുഖ്തൽ മൗത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങ് ഭാഗ്യവാനാണ്. മരണം എന്ന വലിയ സംഭവത്തെ അതിനെ ആസ്വദിച്ചുകൊണ്ട്, അതിനെ നുകർന്നുകൊണ്ട് സ്വീകരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായി. ഭീകരമാണ് എന്ന് നമ്മൾ കാണുന്ന മരണത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനും പുൽകാനും ആലിംഗനം ചെയ്യാനൊക്കെയുള്ള
ഭാഗ്യം അങ്ങക്ക് ലഭിച്ചു. അങ്ങയുടെ മുഖം സന്തോഷം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന പ്രവാചകരെ, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു സൗരഭ്യമാണ്, എന്തൊരു തെളിച്ചമാണ്, എന്തൊരു വെളിച്ചമാണ് അങ്ങയുടെ മുഖത്തിന്. അങ്ങ് ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് 3 തവണ പ്രവാചകന്റെ മുഖത്ത് ചുടുചുംബനം നൽകുന്ന സിദ്ദീഖുൽ അക്ബറിനെ സഹാബത്ത് കാണുകയാണ്. ആ സമയത്താണ് ഉമർ കടന്നു വരുന്നത്. ഉമറിന് പ്രവാചകന്റെ മരണം വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വൈകാരികത പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വൈകാരികതയെ പടച്ച ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് സിദ്ദീഖുൽ അക്ബർ ക്ഷമിപ്പിക്കുകയാണ്. മുഹമ്മദുൻ റസൂലുൻ, മുഹമ്മദ് ഒരു പ്രവാചകനാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, അദ്ദേഹത്തിന് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞുപോയി, അദ്ദേഹവും മരണപ്പെട്ടു എന്ന ആ ഒരു വചനം അവിടെ സദസ്സിൽ ഓതുകയും ഉമറിനെ ശാന്തനാക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു. യാത്ര ചോദിക്കുന്ന അവസാന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ വാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പ്രിയമുള്ളവരെ, നിങ്ങൾ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ശക്തമായ പ്രതിരോധം തീർക്കണം എന്ന സന്ദേശമായിരുന്നു. എന്ന് വെച്ചാൽ ഖബറുകൾ കെട്ടിപ്പൊക്കരുത്, പൂജകളാക്കി മാറ്റരുത്, പൂജാ കേന്ദ്രമാക്കി ഖബറുകൾ മാറ്റരുത് എന്ന വചനം കൊണ്ടാണ് ഈ ലോകത്തോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പറയുന്നത്. ഈ പ്രവാചകന്റെ മരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് പ്രവാചകൻ വലിയ ദൗത്യം ഏറ്റെടുത്ത് ആ കൃത്യമായ ദൗത്യം നിർവഹിച്ച് ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷമാണ് അൽ-യൗമ, ഇന്ന്, അക്മൽതു ലക്കും ദീനക്കും, ദീനിനെ ഞാൻ പൂർത്തീകരിച്ചു തന്നു, വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ ഞാൻ പൂർത്തീകരിച്ചു. ദീനിലേക്ക് ഒന്നും ചേർക്കാനില്ല, ഒന്നും അതിൽ നിന്ന് ഒഴിവാക്കാനുമില്ല. പഠിപ്പിക്കാത്ത, ചെയ്യാത്ത, അംഗീകരിക്കാത്ത, നിർദ്ദേശിക്കാത്ത കാര്യങ്ങൾ ദീനിലേക്ക് ചേർക്കുന്നത് ബിദ്അത്താണ്, ഖുറാഫത്താണ്. ഉള്ളത് സ്വീകരിക്കുക, ഇല്ലാത്ത നിങ്ങൾ സ്വീകരിക്കരുത് എന്ന സന്ദേശമാണ് പ്രവാചകൻ ഈ ലോകത്തോട് പങ്കുവച്ചത്. പരലോകത്ത് ഹൗലുൽ കൗസറിൽ വെള്ളം കൊടുക്കും പ്രവാചകൻ. ഒരു വിഭാഗം ആളുകൾക്ക് വെള്ളം അവിടെ വെള്ളം കിട്ടാതെ തടയപ്പെടും. പ്രവാചകൻ വിഷമിക്കുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ സഖാക്കളാണല്ലോ അവരൊക്കെ. ആ സമയത്ത് പടച്ചവൻ പറയുന്നുണ്ട്, പ്രവാചകരെ, താങ്കൾക്ക് അറിയില്ല, താങ്കളുടെ മരണശേഷം ദീനിലുണ്ടാക്കിയ ഒരുപാട് ബിദ്അത്തും നൂതന കാര്യങ്ങളും ഒക്കെ ചേർത്തി വെച്ചവരാണ് ഇവർ. അതുകൊണ്ട് അവർക്ക് ആ ഹൗലുൽ കൗസറിൽ നിന്നുള്ള വെള്ളം കിട്ടാൻ അർഹതയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, പ്രവാചകൻ ചെയ്യാൻ പറയാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് പ്രവാചകനെ കുറിച്ചുള്ള പ്രവാചക സ്നേഹം എന്ന് കൃത്യമായി നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് സന്ദേശം പകർന്ന് ആ സന്ദേശത്തെ ജനങ്ങൾക്ക് കൈമാറാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരിക്കാൻ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്. റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനെ ശത്രുക്കള്, ഖുറൈശികള് അവരുടെ ആരാധനാലയങ്ങളിലേക്കും അവരുടെ പൂജകളിലേക്കും ഒരുപാട് ക്ഷണിച്ചു. പക്ഷെ പ്രവാചകൻ കേട്ടില്ല. അബൂത്വാലിബ് എന്ന പ്രവാചകനെ മൂത്താപ്പയെ ഉപയോഗപ്പെടുത്തി, അബൂത്വാലിബ്, നിങ്ങൾ നേതാവല്ലേ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, കേൾക്കും മുഹമ്മദ് എന്ന് പറഞ്ഞു നോക്കി. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറുപടി, എന്റെ വലതു കൈയിൽ സൂര്യനെയും ഇടതിൽ ചന്ദ്രനെ വെച്ചാൽ പോലും മൂത്താപ്പ ഈ ആദർശത്തെ കൈവെടിയാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ അടവ് എന്താണെന്നറിയോ അവരെ, ഖുറൈശികളെ? എന്നാ മുഹമ്മദ് വേണ്ട, നീ ആരാധിക്കുന്നതിന് ഞങ്ങളൊക്കെ ഇടക്ക് ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്നതിന് നീയും ആരാധിക്കും. ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ നമ്മൾ അങ്ങനെ ആദർശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പണയം വെച്ച് പോവല്ലേ, ഒരു കോംപ്രമൈസ് ആവുമല്ലേ എന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ ഇങ്ങനെ മിണ്ടാതിരുന്നപ്പോഴാണ് പ്രവാചകൻ ഒരു ആയത്ത് ഇറങ്ങിയത്. ഈ ആയത്ത് കേട്ട് പ്രവാചകൻ പള്ളിയിലേക്ക് വന്നു, ആയത്ത് അവിടെ പ്രഖ്യാപിച്ചു. എന്താ ആയത്ത്?
ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബുദൂൻ. വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കാൻ വരേണ്ടതില്ല. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനുമായി പോകാം, വലിയ ദീൻ എനിക്ക് എന്റെ ദീൻ എന്ന് വെച്ചാൽ മതത്തിന്റെ സൗഹാർദ്ദം പങ്കുവെക്കാം, മതസൗഹാർദ്ദമാകാം. പക്ഷേ ആദർശത്തെ പണയപ്പെടുത്തി, ആദർശത്തെ പരസ്പരം പണയപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്കോ ആചാരണ പരിപാടികൾക്കോ ഒരിക്കലും ഇല്ല എന്ന പ്രവാചകന്റെ കട്ടായമായിരുന്നു, പ്രഖ്യാപനമായിരുന്നു ആ ആയത്തിലൂടെ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചത്. ആദർശത്തെ പണയം വെച്ച് ആഘോഷങ്ങൾ അടിച്ചു പൊളിക്കുന്ന, ആഭാസകരമാക്കുന്ന പ്രവണതകൾക്കെതിരെ ശക്തമായി വിശ്വാസികളായ ആളുകൾ പ്രതികരിക്കണം എന്നാണ് ഈ സന്ദേശം നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശത്തെ പണയം വെക്കാതെ പ്രവാചകന്റെ സന്ദേശം കൃത്യമായി പകർന്ന് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ശിർക്കിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്ത് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകന്റെ യഥാർത്ഥ സ്നേഹത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപാകതകളും പാളിച്ചകളും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. കൃത്യമായി പ്രവാചകനെ സ്നേഹിക്കാനും അംഗീകരിക്കുവാനും പ്രവാചകനെ കുറിച്ചുള്ള സ്നേഹം ജനങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും കഴിയുന്ന പ്രബോധകന്മാരായി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പ്രയാസകരമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അസുഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് നീ നൽകിയ ആരോഗ്യത്തെ, ആയുസ്സിനെ നിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.